ഹായ് ഫ്രണ്ട്സ്, ശ്രീലകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ശിവരാത്രി സ്പെഷ്യലായിട്ട് കുമ്പിളപ്പവും ഇലയടയും തയ്യാറാക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഈ പച്ചരി ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കിത് അരിപ്പയിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം, വെള്ളമൊക്കെ തോർന്നു പോകുന്നതിന് വേണ്ടി. ഈ സമയം കൊണ്ട് നമുക്ക് ഇലയൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് വയണയിലയും വാഴയിലയുമാണ് എടുത്തിട്ടുള്ളത്. ഈ വയണയില നമുക്കൊന്ന് കോട്ടിയെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു ഈർക്കിലെടുത്ത് ഇതുപോലെ നമ്മൾ പ്ലാവിലയൊക്കെ കോട്ടിയെടുക്കാറില്ലേ, അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇനി കുറച്ച് തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കരയും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്ക ഒന്ന് തല്ലിയിട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങയും ശർക്കരയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അഴുക്കൊന്നുമില്ലാത്ത ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ കഴുകി വെച്ചിരുന്ന അരി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അരി ഇങ്ങനെ കുതിർത്ത് പൊടിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന മാവില്ലേ, അതുണ്ടെങ്കിൽ അതായാലും മതി. ഈ പൊടിച്ചെടുത്ത മാവ് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ മാവിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളായിട്ടെടുത്ത് നമുക്ക് ഇലയിലൊന്ന് വച്ച് ഇതിനകത്തൊരു ചെറിയ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ശർക്കര മിക്സ് ചെയ്ത് ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നതില്ലേ, അത് ഇതിൻ്റെ ഒട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ മാവെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ഇതേ മാവും ശർക്കരയും വെച്ചിട്ട് തന്നെ നമുക്ക് ഇലയുടെയും തയ്യാറാക്കാം. അതിനുവേണ്ടി ഇല എടുത്തതിന് ശേഷം മാവ് ഇങ്ങനെ ഉരുട്ടി ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇതിലേക്കൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇലയൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് ആരും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പലരും പല മെത്തേഡിലാണ് ഇലയട തയ്യാറാക്കിയെടുക്കുന്നത്. മാവ് അരച്ചെടുത്തതിന് ശേഷവും കോരി ഒഴിച്ചും നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഓരോ മെത്തേഡിനും ഓരോ ടേസ്റ്റാണ് ഉണ്ടാവുക. നമുക്കിന്ന് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ. ഇതിന് ആവിയിൽ വെച്ചാണ് നമുക്ക് പാകപ്പെടുത്തി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 25 മിനിറ്റ് അടച്ച് വെച്ച് പാകപ്പെടുത്തിയെടുക്കാം. ഇവിടെ ഇതൊരു 25 മിനിറ്റ് കഴിഞ്ഞു. ഇതെല്ലാം വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.